മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ടോണിയ അന്ന സാബു. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ്. ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്. ഞാനിപ്പോൾ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 4-ാം തീയതിയാണ്. അപ്പം ഇതെൻ്റെ 3-ാമത്തെ ഉടമ്പടി സാക്ഷ്യമായിരുന്നു. 2-ാമത്തെ സാക്ഷ്യത്തിൽ എനിക്ക് മാതാവ് OET വഴി ന്യൂസിലൻഡിലേക്കാണ് പോകാനായിട്ട് അനുവാദം തന്നത്. അപ്പം ഞാൻ ന്യൂസിലൻഡിൽ ചെല്ലുന്നു. കോമ്പിറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം അഥവാ ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പോയ സമയം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 2024 അതായത് അവിടെ ജോബ് ഫ്രീസ് നടക്കുന്നു. അതായത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോരേണ്ട സാഹചര്യമാണ്, ഒരു ജോലിയും ഇല്ല. അപ്പം മെറിറ്റ് 0 ആയ ഒരു ഘട്ടത്തിലായിരുന്നു ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മെറിറ്റ് 0 ആണല്ലോ, അപ്പം എൻ്റെ കഴിവിൽ എനിക്ക് ജോലി എന്താണേലും കിട്ടത്തില്ല. പക്ഷേ എൻ്റെ അമ്മ മാതാവ് എനിക്കൊരു ജോലി തരുമെന്ന ഉറച്ച വിശ്വാസമായിട്ടാണ് ഞാൻ പോകുന്നത്. സോ ഞാൻ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനിരിക്കുന്ന ടൈമിൽ എൻ്റെ കൂട്ടത്തിൽ കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതായത് ന്യൂസിലൻഡ് വരുന്നു, ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, ഇവർ ജോലി റിസൈൻ ചെയ്യാതെയാണ് ഇവരൊക്കെ വന്നത്, തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. അവരൊക്കെ അങ്ങനെ ആ ഒരു സംഭാഷണങ്ങളിലൊക്കെ അവർ ഉൾപ്പെട്ടു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവരോടൊന്നും പറഞ്ഞില്ല. കാരണം എനിക്കറിയാം ഇവരാരുമല്ല ദൈവം, ഞാൻ മനുഷ്യരിൽ ആശ്രയിച്ചില്ല. അവരോട് ഞാനൊന്നും പറഞ്ഞില്ല, എനിക്ക് മൗനം പാലിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും എന്തൊക്കെ ജോബ് ഫ്രീസ് ആണെങ്കിലും എനിക്ക് എൻ്റെ തമ്പുരാനൊരു ജോലി തരും, എന്നെ വെറും കൈയോടെ ഒരിക്കലും നാട്ടിലേക്ക് വിടത്തില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ എൻ്റെ ക്യാപ് കോഴ്സ് വളരെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, എനിക്ക് വലിയ കഴിവൊന്നുമില്ല. പിന്നെ അവിടുത്തെ കോഴ്സിലും കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ മാതാവ് ഇടപെട്ട് അതൊക്കെ എനിക്ക് നല്ല രീതിക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം ഞാൻ ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അടുത്ത മുന്നിൽ എൻ്റെ ചോദ്യമാണ്, ഇനി എന്ത്, തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണോ? നാട്ടിലെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് വന്നത്. എനിക്ക് 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, 2 കൊല്ലവും 3 മാസവും നാട്ടിലെ ഒരു ചെറിയ ഹോസ്പിറ്റലിലേ ഉള്ളൂ. അപ്പം ഞാനിനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു അവിടെ ഇനി ഒരു ജോലി കണ്ടുപിടിക്കുക. അപ്പം ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലൻഡിലെ വാടക ചെലവ് തന്നെ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലധികമല്ല. അപ്പം ആ സമയത്തും ഞാൻ ജോലി അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ ഉടമ്പടിയിൽ ഇവിടുന്ന് ഞാൻ NRI ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. എല്ലാ കാര്യങ്ങളും ഞാൻ രാത്രിയിലായിരുന്നു കൂടുതൽ ജോലിക്ക് ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരുന്നത്. രാവിലെ ഞാൻ എൻ്റെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ ഒരു ഇംഗ്ലീഷ് പത്രങ്ങൾ ഞാൻ മേടിക്കുമായിരുന്നു. ന്യൂസിലൻഡിലെ എല്ലാ സ്ഥലത്തായിട്ടും ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് പോയി കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിക്കണം ഒരാളെ കണ്ടുപിടിക്കാൻ. കാരണം രാവിലെ എല്ലാവരും ജോലിക്ക് പോവുകയാണ്. പക്ഷേ ഞാൻ അതൊന്നും നോക്കിയില്ല. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും മഞ്ഞെന്നോ വെയിലെന്നോ അവിടെയൊക്കെ -ഡിഗ്രി ആ ഒരു ക്ലൈമറ്റിൻ്റെയൊക്കെ അവസ്ഥയാണ്. പക്ഷേ അതൊന്നും ഞാൻ കൂട്ടാക്കിയില്ല. ഞാൻ ഏത് കാലാവസ്ഥയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം, എൻ്റെ ഉടമ്പടിയായിരുന്നു എനിക്ക് വലുത്. അതൊക്കെ ഞാൻ വളരെ കറക്റ്റായിട്ട് തന്നെ ചെയ്തു വന്നു. അപ്പം എൻ്റെ ന്യൂസിലൻഡിലെ വിസ ഏകദേശം കഴിയാറായ ഒരു ഘട്ടമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ന്യൂസിലൻഡിൽ ഒരു സെക്കൻഡ് റിലേഷനായിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ആ ചേച്ചിയുടെ അടുത്ത് നമുക്ക് പോയി താമസിച്ചാലോ? ചേച്ചി അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് ന്യൂസിലൻഡിൽ. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. പക്ഷേ ആ ചേച്ചിയും അവിടെ റെൻറ്റ് കൊടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ മാസത്തിൽ ഒരു റെൻറ്റ് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഈ ചേച്ചീനെയും കൂടെ ബുദ്ധിമുട്ടിച്ച് ഇനി അവിടെ നിൽക്കേണ്ട സാഹചര്യം ആവുമോ മാതാവേ? എനിക്ക് വേറൊരു നിവർത്തിയില്ല. പക്ഷേ എൻ്റെ അമ്മയും അപ്പയും പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, നീ ന്യൂസിലൻഡിലേക്ക് ചേച്ചിയുടെ അടുത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കറിയാം, പുറത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എത്ര വലിയ റിലേഷൻ ആണെങ്കിലും 2-3 മാസം കൂടി പോയാൽ കുറച്ച് നാളത്തേക്കൊക്കെ അവർ കുഴപ്പമില്ലാതെയൊക്കെ നമ്മളെ നോക്കും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മുഖം കറുപ്പിക്കും. കാരണം അവരും ജോലി ചെയ്ത് അവരും ഇത്രയും വാടക കൊടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരു വചനമായിരുന്നു, ഞാൻ നിനക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കുമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ദൂതനായിട്ട് ഈ ചേച്ചി ആയിരിക്കും എൻ്റെ അമ്മ മാതാവ് അയച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ ന്യൂസിലൻഡിൽ പോയി നിൽക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വേറൊരു കൂട്ടുകാരി ചേച്ചീൻ്റെ മാതാവ് തന്നു.
ആ ചേച്ചി ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു. ചേച്ചിയും ന്യൂസിലൻഡിൽ ജോലി അന്വേഷിച്ച് നിൽക്കുവാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി ഉടമ്പടിയുടെ കാര്യങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ ജോലിക്ക് ആപ്ലിക്കേഷൻ ഇടുന്നു. ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഉടമ്പടി പത്രവുമായിട്ട് ഇറങ്ങുന്നു ന്യൂസിലൻഡിലേക്ക്. ഞങ്ങൾക്ക് എവിടെ നിന്ന് അറിയത്തില്ല, ആൾക്കാരെ മാതാവ് തരുന്നു, ഇംഗ്ലീഷ് പത്രം ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്, ഞാൻ ഒരു മരിയം മിഷണറിയാണ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. കുറേ പേരൊക്കെ റിജക്റ്റ് ചെയ്യും, പക്ഷേ അതൊന്നും നമ്മൾ നോക്കില്ല. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ റിജക്ഷനൊക്കെ എനിക്ക് ഫുൾ മാർക്കാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ കൊടുത്തു. അപ്പം ഞങ്ങൾ 3 മാസം അവിടെ നിന്നു. 150 പത്രങ്ങളെങ്കിലും ഞങ്ങൾ ന്യൂസിലൻഡിൽ കൊടുത്തു. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, ആൾക്കാരെ മാതാവ് ഒരുക്കുവാണ്. അതിൻ്റെ ഒപ്പം കാരുണ്യ പ്രവൃത്തികളൊക്കെ എനിക്ക് ജോലിയില്ലാതെ നിൽക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്നാണ് പപ്പയും അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നിൽക്കുന്നു. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു ആ ചേച്ചി തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് നോക്കിയാൽ എന്താ കുഴപ്പം, കാരണം ഇവിടെ കിട്ടുന്നില്ല ജോലി. അപ്പം നമുക്കൊരു പാത്ത് വേ ഉണ്ട്, ന്യൂസിലൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞങ്ങൾ ഓർത്തു വന്നാൽ പിന്നെ നമുക്ക് അങ്ങനെയൊന്ന് നോക്കാമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ മാതാവ് തോന്നിക്കുന്നതാണ് അവരിലൂടെ, അല്ലാതെ അവർക്ക് കഴിവുണ്ടായിട്ട് അവർ പറയുന്നതല്ല. അപ്പം ഞാനും ആ ചേച്ചിയും ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി ആപ്ലിക്കേഷൻ അയക്കുക, അതായത് ന്യൂസിലൻഡിലേക്ക് അയക്കുന്നു, സെയിം ടൈം ഓസ്ട്രേലിയയ്ക്കും അയക്കുന്നു. നമ്മൾ അയക്കുന്നു 1000-ൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഞങ്ങൾ രാത്രി ഉറക്കം ഒളിച്ചിരുന്നൊക്കെ അയക്കുവാണ്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അയക്കുന്നു, ഫുൾ റിജക്ഷൻ. എന്നും കരച്ചിലില്ലാതെ ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങാറില്ല. ഈ ചേച്ചീനെ ബുദ്ധിമുട്ടിച്ച് നിൽക്കുന്ന ഒരു വശത്ത്, ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു വശത്ത്, ഉടമ്പടി മാത്രം ശരണം, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഞാനും ഈ ചേച്ചിയും കൂടെ പത്രം കൊടുത്തിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ ആ ചേച്ചിക്ക് എന്നേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. ചേച്ചിക്ക് ഇപ്പോൾ ജോലിയൊക്കെ ആയി. ആ ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാൻ പത്രം കൊടുത്തിട്ട് വരുവാണ്. അപ്പോൾ വന്നപ്പോഴത്തേക്കും വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അപ്പോൾ ഞാൻ എടുത്തപ്പം ഒരു OC ലാംഗ്വേജ് ഉള്ള ഒരാൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു കോളാണ്. അപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. എനിക്ക് മനസ്സിലായില്ല അവർ പറഞ്ഞത്. അപ്പോൾ ഓസ്ട്രേലിയയിലെ സ്ലാങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷേ അദ്ദേഹം എന്നോട് ചോദിച്ചത് ഒരു ഏജ്ഡ് ഗേർലായിട്ടായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നഴ്സിംഗ് ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. അപ്പോൾ എനിക്ക് നാട്ടിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഓസ്ട്രേലിയയിൽ ഒരു പ്രോട്ടോകോൾസും അറിയത്തില്ല, ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഒന്നും അറിയത്തില്ല. പക്ഷേ മാതാവ് ഉണ്ടല്ലോ, മാതാവ് പറയിച്ചോളൂന്നേ, അങ്ങനെ വിചാരിച്ച് ഞാൻ നിൽക്കുന്നു. അപ്പോൾ എന്നിട്ട് അവരെന്നോട് കുറേ ഏജ്ഡ് കെയർ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എല്ലാം തെറ്റാണ് പറഞ്ഞത്, കാരണം എനിക്ക് ക്ലിനിക്കൽ അറിവ് മാത്രമേ ഉള്ളൂ. അവർക്ക് ആ ഉത്തരമല്ല വേണ്ടത്, എൽഡർലി റിലേറ്റഡ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അവർ ആ വ്യക്തി ഫോൺ വെക്കുവാണ്. ഓക്കെ, വി വിൽ കോൾ യു എന്ന് പറഞ്ഞ് വെക്കുവാണ്. വി വിൽ കോൾ യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ അവർ കോൾ ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ മാതാവ് ഇടപെട്ടോളൂല്ലോ, അറിയാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇവരിങ്ങനെയാണ് പറഞ്ഞത്, അപ്പോൾ ഏജ്ഡ് കെയർ ആയിട്ട് എന്തെങ്കിലും ഞാൻ പഠിക്കണം, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ, ഈ ചേച്ചിക്ക് കുറേ അറിയാം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ കോള് വെച്ച വ്യക്തി തന്നെ, അതായത് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ് കോള് വെച്ച വ്യക്തി തന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു അവർ തന്നെ എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതായത് നിങ്ങൾക്ക് നേരിട്ടെന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ വഴി, ഇപ്പം ഞാൻ നിങ്ങളെ ഫോണിലല്ലേ വിളിച്ചത്, വീഡിയോ കോൾ വഴി ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം ആദ്യത്തെ ഇൻ്റർവ്യൂ ആണല്ലോ, ജോലിയില്ലാതെ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അറ്റൻഡ് ചെയ്യാം. എനിക്ക് അടുത്ത ഒരു ഡേറ്റ് അവർ തന്നു. അപ്പം ഇൻ്റർവ്യൂവിന് ഞാനൊരു കാണാതെ പഠിക്കുന്ന വ്യക്തിയാണ്, കുറേ സമയം ഇരുന്ന് കാണാതെ പഠിക്കും. പക്ഷേ ആ ഇൻ്റർവ്യൂവിന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കറിയാം മെറിറ്റിൽ എനിക്ക് വേണ്ട ഈ ജോലി, എനിക്ക് ദൈവത്തിൻ്റെ ഗ്രേസിൽ മതി കിട്ടുവാണെങ്കിൽ ജോലി. അപ്പം ഞാൻ കുറച്ച് പഠിച്ചു, പക്ഷെ കാണാതെ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള രീതിയിലേക്ക് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് വീഡിയോ കോൾ വഴി, സൂം സെക്ഷനായിരുന്നു, അപ്പോൾ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ ചുറ്റും മാതാവായിരുന്നു, ബൈബിള്, കൊന്ത, കാശുരൂപം. അപ്പം ഞാൻ യാക്കോബായ വിശ്വാസി ആയതുകൊണ്ട് ഞാൻ കൊന്ത എത്തിക്കാനൊക്കെ ആ സമയത്താണ് പഠിച്ചത്. അപ്പോൾ ഞാൻ കൊന്തയൊക്കെ എത്തിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ലാപ്ടോപ്പിൽ തൈലമൊക്കെ തേച്ചിരിക്കുവാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തത് ഒരു ഭയങ്കര തേജസ്സുള്ള ഒരു ലേഡി ആയിരുന്നു ഓസ്ട്രേലിയയിൽ. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം അവിടെ തോന്നി. അപ്പോൾ അവരെന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഈ ന്യൂസിലൻഡിൽ 1 മാസം നിന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് ഈസി ആയിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവർ കോള് വെച്ചിട്ട് എനിക്ക് അന്ന് തന്നെ, അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു മാതാവ് തന്നതല്ലേ, നിനക്ക് ഇതെന്താണേലും കിട്ടും. അപ്പോൾ അവർ വൈകുന്നേരം എനിക്കൊരു മെയിൽ വന്നു, നിനക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഓസ്ട്രേലിയയിലെ ഏജ്ഡ് കെയറിൽ എനിക്കൊരു ജോലി കിട്ടി, ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും നിസ്സാരമായിട്ട് തോന്നും, നിസ്സാരമല്ല ഇത്. കാരണം 20 വർഷം
15 വർഷം എക്സ്പീരിയൻസ് ഉള്ള എല്ലാ നഴ്സുമാരും ജോലിയില്ലാതെ തിരിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലാണ് മാതാവിന് റിസ്ക് ഏറ്റെടുത്ത് കൊടുത്ത് വെറും 2 വർഷവും 3 മാസവും ചെറിയൊരു എക്സ്പീരിയൻസ്, നാട്ടിലെ ചെറിയൊരു ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ, ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലയെന്ന് തന്നെ പറയാം അവിടെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് മാതാവ് ഓസ്ട്രേലിയയിലെ നല്ലൊരു ഏജ്ഡ് കെയറിലൊരു ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഇനി അപ്പം നമുക്ക് ഓസ്ട്രേലിയക്ക് പോകണമെങ്കിൽ വിസ വന്നം അവിടുത്തെ അക്കോമഡേഷൻ ആവണം, അതായത് താമസ ചെലവ്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കണ വിസ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ആരുടെയും കൂടെ പോയി നിൽക്കാൻ പറ്റത്തില്ല, ഇവർ തന്നെ നമുക്ക് താമസം അനുവദിക്കണം. അപ്പോൾ പിന്നെ എനിക്ക് കാത്തിരിപ്പുകളായി. മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ഉറപ്പാണ് ബുദ്ധിമുട്ടുകൾ കൂടെയുണ്ട്, പക്ഷേ നമ്മളിതൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുവാണ്. അപ്പം നിൽക്കണേൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിലെ വിസ തീരാറായി, അവിടെയും ബുദ്ധിമുട്ട്. തിരിച്ച് നാട്ടിലേക്ക് പോകണോ, നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കണോ, അതെയോ ഇവിടെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കണോ? ന്യൂസിലൻഡിലെ വിസ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാം. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു എന്താ തീരുമാനം. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, ന്യൂസിലൻഡിലെ വിസ തീരണേ ഒരു ദിവസം മുമ്പെങ്കിലും എനിക്ക് മാതാവ് ഓസ്ട്രേലിയയുടെ വിസ തരും. ഞാൻ അങ്ങനെ ആ റിസ്കിൽ നിൽക്കുവാണ്, കാരണം എനിക്ക് ആ രാജ്യം വിടണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല, ലീഗൽ ഇഷ്യൂസ് ആവും. മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുവാണ്, മാതാവേ തിരിച്ചെന്നെ നാട്ടിലേക്ക് വിടല്ലേ മാതാവേ, ജോലിയില്ലാതെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും സഹിക്കാൻ എനിക്ക് പറ്റില്ല മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിൽക്കുവാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ന്യൂസിലൻഡിലെ വിസ തീരണേന് 2 ദിവസം മുമ്പ് ഓസ്ട്രേലിയയുടെ വിസ വന്നു. അപ്പോൾ പിന്നെ ഓസ്ട്രേലിയയുടെ വിസ കിട്ടി. സോ ടിക്കറ്റ് എടുത്ത് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം താമസമായില്ലല്ലോ. പിന്നെ അടുത്ത ബുദ്ധിമുട്ട് എന്ത് ചെയ്യും? അപ്പോൾ എന്നോട് എൻ്റെ അമ്മയും പപ്പയും പറഞ്ഞു, ഞങ്ങൾക്ക് ഓസ്ട്രേലിയയുടെ മെൽബൺ എന്നൊരു സ്ഥലത്ത് ഒരു ചാച്ചനുണ്ട്, ഒരു സെക്കൻഡ് റിലേഷനാണ് ഈ ചേച്ചീനെ പോലെ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ആ ചേച്ചി സ്വന്തം അനിയത്തിയെ പോലെയാണ് എന്നെ നോക്കിയത്. ഈ ചാച്ചൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പപ്പയോടും അമ്മയോട് ചോദിച്ചു, ചാച്ചൻ്റെ അടുത്തേക്ക് പോയാലോ? ഞാൻ ചാച്ചനെ അങ്ങനെ നേരിട്ട് മിണ്ടിയിട്ടൊന്നുമില്ല. അപ്പം അമ്മയും അപ്പയും പറഞ്ഞു, നീ പൊക്കോ, നീ അവിടെ നിന്നോ, ജോലിയുടെ താമസം അവിടെ വരെ വിസ കിട്ടിയല്ലോ, മെൽബണിൽ നിന്നോ എന്ന രീതിക്ക്. അപ്പം എൻ്റെ മുമ്പിൽ അടുത്ത വചനം, അതായത് സെയിം വചനം തന്നെ, ഞാൻ നിനക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കും. എൻ്റെ 2ാമത്തെ ദൂതനായിട്ട് ചാച്ചൻ അവിടെ വന്നു. അപ്പോൾ ചാച്ചൻ്റെ കൂടെ ഞാൻ മെൽബണിൽ നിൽക്കുകയാണ്. മെൽബണിലേക്ക് ടിക്കറ്റ് എടുത്ത് പോയി. ചേച്ചി സ്വന്തം അനിയത്തിയെ പോലെ നോക്കിയെങ്കിൽ ചാച്ചൻ സ്വന്തം മോളേക്കാളും നന്നായിട്ട് നോക്കിയെന്ന് ഞാൻ പറയാം. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയായിരിക്കും നോക്കിയിട്ടുണ്ടാവുക എന്നുള്ളത്. അതേപോലെ തന്നെ ചാച്ചൻ എന്നെ നോക്കി. പിന്നെയും അവിടെ ചെന്നിട്ട് അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ചെല്ലുന്നിടത്തൊക്കെ പള്ളികളും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട് മാതാവ്. ന്യൂസിലൻഡിലാണെങ്കിലും തൊട്ടടുത്ത് ഇംഗ്ലീഷ് മാസ് അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നു. ഓസ്ട്രേലിയയിൽ ഞാൻ നിൽക്കണ ചാച്ചൻ്റെ വൈഫ് ആൻറ്റി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അപ്പോൾ അവിടെയൊക്കെ -ഡിഗ്രിയാണ്, കൊടും തണുപ്പത്താണ് നമ്മൾ പോകുന്നത്. തണുപ്പൊന്നും നമുക്ക് വിഷയമല്ലെന്നേ, കാരണം മാതാവ് തന്ന ജോലിയല്ലേ, ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് തരുമോ, പിന്നെ നമ്മൾ മാതാവിനെ ഉപേക്ഷിക്കുമോ? ഇല്ല. എന്നിട്ട് ഈ തണുപ്പത്ത് ഞാൻ കുർബാനയ്ക്ക് പോവും, എല്ലാ സൺഡേയും പോവും, എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ചാച്ചൻ ചോദിക്കുക, ചാച്ചന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ചോദിക്കുന്നത്, കൊച്ചു രക്ഷപ്പെടണമല്ലോ, മോളെ എന്തായി അക്കോമഡേഷൻ, താമസമായോ? അപ്പോൾ ഇവർക്ക് ഇടയ്ക്ക് മെയിലൊക്കെ അയക്കുന്നുണ്ട്. പക്ഷേ അവർ വെയിറ്റ് ചെയ്യുക, നീ വെയിറ്റ് ചെയ്യുക. പക്ഷേ എത്ര നാളെന്നില്ലാത്തൊരു വെയിറ്റിരിപ്പ്, ശമ്പളമില്ല, ഒന്നുമില്ല, ജോലിയില്ല, ഇത്രയും എന്താണ് നമുക്ക് എക്സ്പീരിയൻസ് പോകുന്നു, ഗ്യാപ്പ് ആകുന്നു, വെറുതെ നിൽക്കാൻ പറ്റത്തില്ല ചാച്ചൻ്റെ ചിലവിൽ. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകളാണ്, എല്ലാം ചാലഞ്ചുകളാണ്. പക്ഷേ നിൽക്കുന്നു, ഉടമ്പടി മാത്രം ശരണം, വേറെ ആരിലും ശരണം, മനുഷ്യരിൽ ആശ്രയമില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ചാച്ചന് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോകണം. അപ്പോൾ ചാച്ചൻ്റെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. എന്നോട് ചോദിച്ചു, മോളെ നീ എന്ത് ചെയ്യുക, നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ, പരിചയമില്ലാത്തൊരു രാജ്യമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാച്ച 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക, മാതാവ് എന്നോട് അങ്ങനെയോ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കട്ടെ ചാച്ച, പ്രാർത്ഥിക്കുന്ന ആളല്ലേ, വെയിറ്റ് ചെയ്യുക. ചാച്ചൻ പറഞ്ഞു നിൻ്റെ തീരുമാനം. അപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉടമ്പടി വസ്തുവായ തൈലം ഞാൻ നാട്ടിൽ നിന്ന് 3 പെട്ടികൾ കൊണ്ടുവന്നു, ലഗേജ് പ്ലസ് ക്യാബിനടക്കം എല്ലാ പെട്ടികളിലും. കാരണം വേറെ ഇനി വിഷമഘട്ടമാണ്. 3 പെട്ടികളിലും തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്, മാതാവേ ഈ പെട്ടി അടുപ്പിക്കണത് എൻ്റെ ജോലി സ്ഥലത്തേക്ക് ആയിരിക്കണേ, തിരിച്ച് നാട്ടിലേക്ക് ആവല്ലേ. ജോലി സ്ഥലം ന്യൂ സൗത്ത് വെയിൽസിലാണ്, ഓസ്ട്രേലിയ, അങ്ങോട്ടേക്ക് ആയിരിക്കണേ മാതാവേ ഈ പെട്ടി അടുപ്പിക്കണത് 3 എണ്ണം. ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു മെയിൽ വരുവാണ്, അക്കോമഡേഷൻ റെഡിയായി. എവിടുന്ന്? അടുത്ത ചോദ്യം. കൂടെ ജോലി ചെയ്യണ ഒരു മലയാളി ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഒപ്പം നിന്നോ? ഓസ്ട്രേലിയയിൽ അങ്ങനെയൊന്നും ഞാൻ ഈ 482 വിസയിലൊന്നും കണ്ടിട്ടില്ല അവരങ്ങനെ ചെയ്യുന്നത്. മാതാവ് ചെയ്തതാണ് അങ്ങനെ. അപ്പോൾ എനിക്ക് അവിടെ അക്കോമഡേഷനായി. സോ ഇനി അപ്പോൾ എനിക്ക് എല്ലാം എൻ്റെ കടമ്പകൾ കഴിഞ്ഞു. ചാച്ചനോട് ബൈ പറയുന്നു.
മറ്റേ ന്യൂ സൗത്ത് വെയിൽസിൽ ഓസ്ട്രേലിയയിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നു, ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ എനിക്ക് അവിടെ ജോലിയായി. അപ്പം ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചത്, അങ്ങനെ എനിക്ക് മാതാവ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഒരു നല്ല ഏജ്ഡ് ഗേളിൽ ഉയർന്ന ശമ്പളത്തോടു കൂടി, എന്നേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടണേക്കാളും കൂടുതലാണ് എനിക്ക് സാലറി ലെവലെന്ന് പറയാൻ ഞാൻ മടിക്കത്തില്ല. അതെൻ്റെ അഹങ്കാരമല്ല, എൻ്റെ മാതാവ് തന്ന ദയയാണെന്ന് എനിക്കറിയാം. അങ്ങനെയാണത്. എന്നിട്ട് അപ്പം എനിക്ക് ജോലിയായി, അങ്ങനെ പോകുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മാതാവിനോടൊരു കാര്യം പറഞ്ഞായിരുന്നു. മാതാവേ, എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല, ഡ്രൈവിംഗ് എനിക്ക് ആദ്യം തൊട്ടേ പഠിക്കണം. അപ്പോൾ എൻ്റെ ജോലി സ്ഥലത്ത് എനിക്കൊരു പള്ളി തന്നെ മാതാവേ, അതായത് മലയാളം കുർബാനയോ ഇംഗ്ലീഷ് കുർബാനയോ ആയിക്കോട്ടെ, എനിക്ക് പള്ളി തന്നെ മാതാവേ. മാതാവ് അതേപോലെ തന്നെ എന്താണോ ആവശ്യപ്പെടുന്ന മാതാവിനോട് അതേപോലെ തന്നെ, അതായത് യുണൈറ്റിംഗ് ചർച്ച് എന്നാണ് അവിടുത്തെ പേര്. ഈ പള്ളി വന്നിട്ടാണ് ഈ ഏജ്ഡ് കെയർ വന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് തെളിവോ മാതാവ് തന്നതാണെന്നുള്ളതിന്. അങ്ങനെ മാതാവ് എനിക്ക് ജോലി തന്നു. അപ്പോൾ അവിടെ അതായത് തൊട്ടടുത്താണ്. അപ്പോൾ എനിക്ക് ഊബറൊന്നും വിളിച്ച് പോകേണ്ട കാര്യമില്ല, നടന്നു പോവാം, ജോലിക്ക് പ്ലസ് പള്ളിയിൽ പോവാം. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം മാതാവ് ചെയ്തു തന്നു. പിന്നെ അവിടെ എല്ലാ സൺഡേയിലും ഇംഗ്ലീഷ് മാസം ഉണ്ട്. ഞാൻ സൺഡേയിൽ ഡ്യൂട്ടി എടുക്കത്തില്ല. സൺഡേ ഓസ്ട്രേലിയയിലൊക്കെ ജോലി ചെയ്താൽ ഡബിൾ പേയ്മെൻ്റ് ആണ്. എനിക്ക് ഡബിൾ പേയ്മെൻറ്റ് വേണ്ട, എനിക്ക് അന്ന് കുർബാനയ്ക്ക് പോയാൽ മതി. ഞാൻ കുർബാനയ്ക്കാണ് പോകാൻ പ്രിഫർ ചെയ്യുന്നതും, അന്ന് ജോലി ചെയ്യാറില്ല മാക്സിമം. പിന്നെ വല്ല സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് വരുവാണെങ്കിൽ രാവിലെ പോകുന്നു. 3 കുർബാനയുണ്ട്, പക്ഷേ എന്നാലും ഞാൻ കുർബാനയ്ക്ക് പോയിട്ടുള്ള ജോലി മതി എനിക്ക്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ച നാട്ടിലെ കുർബാന, മലയാളം കുർബാനയുണ്ട്. അവിടെ എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അവിടെ ന്യൂസിലൻഡിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും അച്ഛൻ പറയുന്നത് ഒരു കാര്യങ്ങൾ പോലും വിടാതെ എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് അവിടുത്തെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് അവർക്ക് പൈസ ഉണ്ടെങ്കിലും അവർക്ക് വയ്യാന്നേ, ഹെൽത്തൊന്നും ഓക്കെ അല്ല, അവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പത്രങ്ങൾ എൻ്റെ കയ്യിൽ ഒരു പത്രമേ ഉള്ളൂ, പക്ഷേ അത് ഞാൻ കോപ്പി എടുത്ത് എൻ്റെ എല്ലാ ഓഫ് ഡേയ്സിലും ഞാൻ അവിടുത്തെ നടന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. ഇനി എനിക്ക് പറയാലോ, ഐ ആം എ രജിസ്റ്റേർഡ് നേഴ്സ് ഇൻ ഓസ്ട്രേലിയ വിത്ത് ദ ഗ്രേസ് ഓഫ് മദർ ഓൾമൈറ്റി എന്ന് പറഞ്ഞ്, ആൻഡ് ഐ ആം എ മരിയൻ മിഷണറി എന്നും കൂടെ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര കാര്യമാണ്. അപ്പം എങ്ങനെയാണ് നിനക്കിത് കിട്ടിയത്, എങ്ങനെയാണ് നീ മരിയ മിഷണറി ആയത്? എനിക്ക് പറയാലോ, കൃപാസനം ഉണ്ട് ഞങ്ങൾക്കിവിടെ, അതുവഴിയാണ് ഞാൻ മരിയ മിഷണറി ആയതെന്ന് പറഞ്ഞ് ആണ് കൊടുക്കുന്നത്. അവർക്കൊക്കെ അവിടുത്തെ ചർച്ചിലൊക്കെ കൃപാസന ഫേമസ് ആണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. പപ്പയും അമ്മയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുർബാന ചെയ്യുന്നു, കുമ്പസാരം, ഇംഗ്ലീഷ് മാസമാണെങ്കിലും നമുക്ക് കുമ്പസാരിക്കാനുള്ള ഇതുണ്ട്. പിന്നെ മലയാളം കുർബാന വരുമ്പോൾ അവിടെ പോയി കുമ്പസാരിക്കും. അങ്ങനെ പിന്നെ ബൈബിൾ റീഡിങ് 1/2 hour, ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഡ്യൂട്ടിയുടെ ഇടയിൽ ഞാൻ സമയം കണ്ടുപിടിച്ചാണ് ചെയ്യുന്നത്. എനിക്ക് വിഷമമാണ്, ഇത്രയും തന്ന മാതാവിനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എത്ര ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും ഉടമ്പടിയിൽ ഇനി നിന്നുകൊണ്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. ഉയരങ്ങളല്ല ഞാൻ നോക്കുന്നത്. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ട് കറക്റ്റ് 1 വർഷമായാലാണ് നമുക്ക് ലീവ് കിട്ടത്തുള്ളൂ. ഇന്നലെ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്, 2 ആഴ്ചത്തേക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഞാനിവിടെ, എനിക്ക് 10:30-ക്കായിരുന്നു ഇവിടെ കൊച്ചിയിൽ ബോർഡിങ്. അവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ അപ്പോൾ അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം ഞാനതുകൊണ്ട് ഇവിടുത്തെ നടയിൽ നിന്ന് മാതാവിനെ കണ്ട് നന്ദി പറഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ട് രാവിലെ 5:30-ക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി വീണ്ടും വന്നു. ഇന്നലെ രാവിലെ വന്നായിരുന്നെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടായിരുന്നു വീട്ടിൽ പോവുള്ളൂ. കാരണം ഞാൻ ഒരു നേർച്ച നേർന്നായിരുന്നു, എന്ന് വരുന്നോ തിരിച്ച് അന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ പോകത്തുള്ളൂ എന്ന്. അതെനിക്കപ്പോൾ സാധിച്ചു കിട്ടി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, ഒരു കഴിവോ ഒരു യോഗ്യതയോ ഇല്ലാതിരുന്ന എനിക്ക് സാധിച്ചു തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച 2 വചനങ്ങളായിരുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയൊരു ദൂതനെ അയക്കും എന്നുള്ളതും, ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ്, മനുഷ്യരാൽ അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 94-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ടോണിയ അന്ന സാബോ എറണാകുളം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. വളരെ വ്യക്തതയോടുകൂടി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. താൻ ന്യൂസിലാൻഡിലേക്ക് ജോബിന് വേണ്ടി പോവുകയും എന്നാൽ ജോലിക്ക് പോകുന്ന സമയം നിരവധി ഇഷ്യൂസ് കാരണം തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യത്തിലാണ് അവിടേക്ക് ജോലിക്കായിട്ട് കടന്നു ചെല്ലുകയും ചെയ്യുന്നത്. എന്നാൽ അവിടെ നിരവധിയായ നഴ്സുമാർ
ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോരുമ്പോഴും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. മനുഷ്യനെ ആശ്രയിക്കാതെ കണ്ട് ദൈവം എനിക്ക് പൂർണ്ണമായിട്ടും തരുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ടോണിയ അന്ന സാബുവിൻ്റെ വാക്കിൽ നിന്ന് കേൾക്കുവാനും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് നമുക്ക് മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്നാണെങ്കിലും തനിക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴും അവിടെ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മയിലുള്ള പൂർണ്ണമായ ഉറച്ച വിശ്വാസം തന്നെയാണ്. ഞാനൊരു മരിയൻ മിഷണറിയാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ മുമ്പോട്ട് പോകുകയൊക്കെ ചെയ്യുന്നത്. അതേ തുടർന്നാണെങ്കിലും മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുവാനുള്ളൊരു അവസരം ലഭിക്കുകയും ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെതായത് കൊണ്ട് തന്നെ അവിടത്തേക്കുള്ള മെയിൽ അയക്കുകയും ഇൻ്റർവ്യൂവിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. വാക്കുകളിൽ രണ്ട് ദൂതന്മാരുടെ കാര്യങ്ങൾ പറയുന്നത് പോലെ ഒരു മനുഷ്യരുടെ രൂപത്തിൽ ദൈവം പരിശുദ്ധമ്മ തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ടൊരു സംരക്ഷണം തന്നെ നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണെങ്കിലും ഓസ്ട്രേലിയ താൽക്കാലികമായിട്ട് നിൽക്കാനുള്ള സൗകര്യമാണെങ്കിലും ന്യൂസിലാൻഡിൽ താൽക്കാലികമായിട്ട് നിൽക്കാനുള്ള സൗകര്യമാണെങ്കിലും അതേ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് തനിക്കൊരു ഓസ്ട്രേലിയൻ ഇൻ്റർവ്യൂ ലഭിക്കുകയും എന്നാലത് റിജക്ഷനാകുന്ന തരത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. എന്നാലും ഒരു 20 മിനിറ്റ് ശേഷമാണെങ്കിലും തിരിച്ചു വിളിച്ചുകൊണ്ട് തനിക്കൊരു ജോലി റെഡിയാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു. എന്നാലും ജോലി റെഡിയായിട്ടുണ്ട്. എന്നാലും അതേ തുടർന്നാണെങ്കിലും അവിടെ നിൽക്കുവാനും താമസ സൗകര്യങ്ങളൊന്നും റെഡിയാകാത്തത് കൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് എവിടെയെങ്കിലേക്ക് നിൽക്കേണ്ട ഒരു രീതിയിലേക്കാണ് കടന്നു വരുന്നത്. എന്നാൽ ന്യൂസിലാൻഡിൽ നിന്ന് വിസ തീരുന്ന സമയമാകുകയും ഇന്നലെ അതിനങ്ങോട്ട് മുമ്പോട്ട് പോകേണ്ട കടമ്പകൾ സമയത്തിൻ്റെ ചുരുക്കത്തിൽ തന്നെയാണെങ്കിലും പരിശുദ്ധ അമ്മയിലൂടെ ഓസ്ട്രേലിയക്ക് പോകാനുള്ള ക്രമീകരണങ്ങളും അവിടെയാണെങ്കിലും തൻ്റെ റിലേറ്റീവിലൂടെ ആണെങ്കിലും പരിശുദ്ധ അമ്മ തനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുവെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ ജീവിത പ്രവൃത്തിയിലൂടെയാണെങ്കിലും ഒരു ഏജ്ഡ് ഹോമിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ടോണിയ അന്നയ്ക്ക് ജോലി ലഭിക്കുകയുണ്ടായി. കാരണം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മുമ്പിൽ തൻ്റെ അനുഭവസാക്ഷി സന്തോഷത്തിലൂടെ പങ്കുവെക്കുകയാണ് ചെയ്തത്. കാരണം അമ്മ മാതാവ് തനിക്ക് ഏറ്റവും നല്ലത് നൽകിയെന്നുള്ളത് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെ ഈ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.